കെ.പി.സി.സി പുനഃസംഘടനയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കെ.പി.സി.സി നേതൃത്വം പ്രത്യേകം ചർച്ച നടത്തും. ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കെ.പി.സി.സി സംഘം നാളെ ഡൽഹിയിലേക്ക് തിരിക്കും. മറ്റന്നാൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. എല്ലാ മുതിർന്ന നേതാക്കളുമായും കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിക്കുക. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, കെ.പി.സി.സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു. എന്തായാലും ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കെ.പി.സി.സി പുനഃസംഘടനകൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തീരുമാനമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. സമ്പൂർണമായ അഴിച്ചുപണി കെ.പി.സി.സി നേതൃത്വത്തിൽ ഉണ്ടാവില്ല. വൈസ് പ്രസിഡന്റുമാരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ കെ.പി.സി.സി സെക്രട്ടറിമാരെ പുതുക്കി നിശ്ചയിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് സംബന്ധിച്ച് മാനദണ്ഡം രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിലായിരിക്കും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരും നാളെ ഡൽഹിയിലേക്ക് തിരിക്കും. ബുധനാഴ്ച കെ.സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കൂടി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും പുനഃസംഘടനയ്ക്കുള്ള മാനദണ്ഡങ്ങൾ അന്തിമമായി നിശ്ചയിക്കുക. അതിനുശേഷം കേരളത്തിൽ തിരിച്ചെത്തുന്ന നേതൃത്വം മുതിർന്ന നേതാക്കളുമായി പ്രത്യേകം ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഭാരവാഹി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക. കെ.പി.സി.സിയിൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉണ്ടാവില്ല. ഡി.സി.സിയുടെ കാര്യത്തിൽ പുനഃസംഘടന ഏത് തലത്തിൽ ഏത് രീതിയിൽ വേണം എന്ന കാര്യത്തിലും ഇതുവരെ അന്തിമ ധാരണയുണ്ടായിട്ടില്ല. സമ്പൂർണ്ണ അഴിച്ചുപണി തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തൽ നേതൃത്വത്തിന് ആകമാനമുണ്ട്. അതിനാൽ തന്നെ സംഘടനാ സംവിധാനങ്ങളെ കൂടുതൽ ചലിപ്പിക്കാൻ ആവശ്യമായ ചില മാറ്റങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. യുവാക്കളെ പുതുതായി കൂടുതലായി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന നടപടി പുതിയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജിൽസി.